പെരിയാർ മത്സ്യക്കുരുതിയിൽ ഉണ്ടായത് 13.55 കോടിയുടെ നഷ്ടമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട്. 7 കോടി രൂപയുടെ മത്സ്യം നശിച്ചുപോയി. നഷ്ടമുണ്ടായ കർഷകർക്ക് 3 മാസത്തേക്ക് പ്രതിദിനം 350 രൂപ വീതം നൽകണം. ദുരന്തത്തിനിടയാക്കിയ കമ്പനികളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയിൽ നടപടികൾ വൈകുന്നതിനിടെയാണ് മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പെരിയാറിന്റെ നിരീക്ഷണത്തിനായി പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. പെരിയാറിൽ മാലിന്യം എത്തിച്ച കമ്പനിയിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണം. മത്സ്യങ്ങൾ ചത്തതിലൂടെ മാത്രം 7 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം. കൂട് കൃഷി ചെയ്തിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് 6.52 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇവർക്ക് അടുത്ത 3 മാസത്തേക്ക് പ്രതിദിനം 350 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഇതിനു പുറമെ 3 മാസത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷനും അനുവദിക്കണം. പെരിയാറിന്റെ നിയന്ത്രണത്തിനായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി പെരിയാറിൽ മാലിന്യം എത്തിച്ച കമ്പനിയിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതേസമയം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.